JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് OA തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇന്ന് നമ്മൾ സൈബർ ലോയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ സൈബർ നിയമം നിലവിൽ വന്നതെന്ന് 2000 ഒക്ടോബർ 17 ഇന്ത്യയില് സൈബർ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയില് സൈബർ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2000 ഒക്ടോബർ 17. അടുത്ത് സൈബർ ഭീകരവാദത്തെ പറ്റി പറയുന്ന IT ആക്ട്. സൈബർ ഭീകരവാദത്തെ പറ്റി പറയുന്ന IT ആക്ട് സെക്ഷൻ 66F ആണ്. സെക്ഷൻ 66F സൈബർ ഭീകരവാദത്തെ പറ്റി പറയുന്ന IT ആക്ട് സെക്ഷൻ 66F ആണ്. സൈബർ ഭീകരവാദത്തെ പറ്റി പറയുന്ന IT ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ്. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ഏതാണ്? ചെന്നൈ ആണ്. ചെന്നൈ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈ. അടുത്ത ക്വസ്റ്റ്യൻ. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂരാണ്. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ. സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? അവശിഷ്ട അധികാരങ്ങൾ. അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ? കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ? പട്ടം. തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി എവിടെയാണ്? ത്രിപുര. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി എവിടെയാണ്? ത്രിപുര. ത്രിപുര. അടുത്ത ക്വസ്റ്റ്യൻ. സൈബർ കോടതികളെ പറ്റി പറയുന്ന IT ആക്ട് ഏത്? സൈബർ കോടതികളെ പറ്റി പറയുന്ന IT ആക്ട് ഏതാണ്? സെക്ഷൻ 48. സെക്ഷൻ 48 ആണ് സൈബർ കോടതികളെ പറ്റി പറയുന്ന IT ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ. 2015 മാർച്ച് 24 സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത IT ആക്ട്. 2015 മാർച്ച് 24 സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത IT ആക്ട് ഏതാണ്? സെക്ഷൻ 66A ആണ്. 2015 മാർച്ച് 24 സുപ്രീം കോടതി വിധി പ്രകാരം ഒരു IT ആക്ട് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ IT ആക്ട് ഏതാണ്? സെക്ഷൻ 66A. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ സൈബർ നിയമം ഭേദഗതി ചെയ്തത് എന്നാണ്? ഇന്ത്യയില് സൈബർ നിയമം ഭേദഗതി ചെയ്തത് എന്താണ്? 2008 ഡിസംബർ 23. 2008 ഡിസംബർ 23 ഇന്ത്യയില് സൈബർ നിയമം ഭേദഗതി ചെയ്തത്. അടുത്ത് ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ബാംഗ്ലൂർ ആണ് അല്ലെ. ബാംഗ്ലൂർ ആണ് ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ആദ്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ലോകത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്വാഡ്. ജോസഫ് മേരി ജാക്വാഡിന്റെ പേരിലാണ് ലോകത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ ക്രൈം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം. ഇന്ത്യയിലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? CERTIN. 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 അടുത്ത ക്വസ്റ്റ്യൻ. ആൾമാറാട്ടം നടത്തുക. ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇന്ത്യൻ IT ആക്ട് ഏതു പ്രകാരം അത് കുറ്റമാകുന്നു? ആൾമാറാട്ടം നടത്തുക, അതായത്
ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ IT ആക്ട് ഏത് പ്രകാരം ഇത് കുറ്റമാകുന്നു? സെക്ഷൻ 66D പ്രകാരം ഇത് കുറ്റമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 2017 150ഓളം രാജ്യങ്ങളെ ബാധിച്ച സൈബർ ആക്രമണം. 2017 150ഓളം രാജ്യങ്ങളെ ബാധിച്ച സൈബർ ആക്രമണം ഏതാണ്? വാനാക്രൈ. വാനാക്രൈ ആണ്, വാനാക്രൈ. അടുത്ത ക്വസ്റ്റ്യൻ രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഭോപ്പാൽ. രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭോപ്പാൽ. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യമായി സൈബർ ടെററിസം നടന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി സൈബർ ടെററിസം നടന്നത് എവിടെയാണ്? ആസാം. ആസാമിലാണ് ഇന്ത്യയിൽ ആദ്യമായി സൈബർ ടെററിസം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയില് സൈബർ നിയമം പാസാക്കിയതെന്ന്. ഇന്ത്യയില് സൈബർ നിയമം പാസാക്കിയതെന്നാണ്? 2000 ജൂൺ 9-നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇന്ത്യയില് സൈബർ നിയമം പാസാക്കിയത് എന്നാണ്? 2000 ജൂൺ 9. ഭേദഗതി ചെയ്ത IT ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 2009 ഒക്ടോബർ 27-ന്. ഭേദഗതി ചെയ്ത IT ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 2009 ഒക്ടോബർ 27-ന്. അടുത്ത ക്വസ്റ്റ്യൻ ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് സ്ഥിതി ചെയ്യുന്നത് പൂനെ. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ സ്ഥിതി ചെയ്യുന്നത് മുംബൈ. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്ക്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്ക് എവിടെയാണ്? മുത്തൂറ്റ് ടെക്നോപോളിസ്. മുത്തൂറ്റ് ടെക്നോപോളിസ് ആണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ സ്വകാര്യ സൈബർ പാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യമായി സൈബർ കേസ് നിലവിൽ വന്നത് ചെന്നൈ. ഇന്ത്യയിൽ ആദ്യമായി സൈബർ കേസ് നിലവിൽ വന്നത് എവിടെയാണ്? ചെന്നൈ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ സൈബർ സ്റ്റാൾക്കിംഗ് കേസ് നിലവിൽ വന്നത് ഡൽഹി. ഇന്ത്യയിലെ ആദ്യ സൈബർ സ്റ്റാൾക്കിംഗ് കേസ് നിലവിൽ വന്നത് ഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ സൈബർ കേസ് വാദിച്ച വ്യക്തി. ഇന്ത്യയിലെ ആദ്യ സൈബർ കേസ് വാദിച്ച വ്യക്തി ആരാണ്? വൻ ഡുഗൽ. വൻ ഡുഗൽ ആണ് ഇന്ത്യയിലെ ആദ്യ സൈബർ കേസ് വാദിച്ച വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലാബോറട്ടറി. ഇന്ത്യയിലെ ആദ്യ കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലാബോറട്ടറി കർണാടകയിലാണ്. കർണാടകയിലാണ് ഇന്ത്യയിലെ ആദ്യ കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലാബോറട്ടറി. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യമായി സൈബർ കോടതി നിലവിൽ വന്നത് എവിടെ? ന്യൂഡൽഹിയിലാണ് അല്ലെ? ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സൈബർ കോടതി നിലവിൽ വന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സൈബർ നിയമം നിലവിൽ വന്ന രാജ്യം ഇന്ത്യയിലാണ് അല്ലെ? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സൈബർ നിയമം നിലവിൽ വന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.